ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയൊന്ന് നോക്കാം. അതിൽ ചാപ്റ്റർ 1-ൽ നിന്ന് വരികയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളതോ അതല്ലെങ്കിൽ ഇനി അടുത്ത തവണ ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, കാരണം അത് ഡിഫൈൻ ചെയ്യാൻ വേണമെങ്കിൽ ചിലപ്പം ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം, കാരണം നമ്മുടെ സബ്ജക്റ്റേ അതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിൽ 2 മാർക്കിനൊക്കെ നമുക്ക് ചോദ്യം വരാൻ ചിലപ്പോൾ വാട്ട് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ്, അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് മീനിങ് നമ്മൾ നോട്ട് ചെയ്യുക. ഇനി ഇവിടെ ചോദിച്ചതെല്ലാം ഒരു വട്ടം ചോദിച്ചു കഴിഞ്ഞു. നേച്ചർ ചോദിച്ചു, അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്ട്സ് ചോദിച്ചു കഴിഞ്ഞു, ഒബ്ജക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നെക്സ്റ്റ് ചോദിച്ചെങ്കിൽ അതിൻ്റെ സ്കോപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുവരെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കോപ്പ് ചോദിച്ചിട്ട്, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ പല രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്, കാരണം റോള് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കും നമുക്ക് റോളോ ഇമ്പോർട്ടൻസോ ഒന്നും ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താ, ഇനി ഇതൊക്കെ 2 മാർക്കിനൊക്കെ ചിലപ്പോൾ വരാം. വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്, അങ്ങനെയൊക്കെ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് ഈ ഭാഗത്തു നിന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നത് ഏതിൻ്റെ ഭാഗമായിട്ടാണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്കോപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ സ്കോപ്പിൽ നിന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, സെഗ്മെന്റ് റിപ്പോർട്ടിങ് എന്താണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് അവിടെ നിന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ് ചോദിച്ചു, അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും വന്നു കഴിഞ്ഞു. ഇനി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക, എന്തായാലും പഠിച്ചു വെക്കുക. എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഇതൊന്നും നമുക്ക് ഇതുവരെ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എപ്പോഴും നമുക്കത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. ഇനി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പഠിക്കുക. അതിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു അത്. അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അസംഷൻ എന്താണ്. ഇനി അതിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണ്. അതേപോലെ തന്നെ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് ചോദിച്ചു. പിന്നെ നമ്മളോട് ചോദിച്ചത് റിയലൈസേഷൻ കൺസെപ്റ്റ്. അപ്പോൾ ഈ 3 കൺസെപ്റ്റ് ഓരോ പ്രാവശ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരികയും ചെയ്തു. ലാസ്റ്റ് ഇയറിൽ ഇതിൻ്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, എന്താണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ എന്നുള്ളത്. 10 പോയിന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിലേതെങ്കിലും ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് ഈ നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ്, ഡ്യൂൽ ആസ്പെക്റ്റോ അല്ലെങ്കിൽ കോസ്റ്റോ, റിയലൈസേഷൻ ചോദിച്ചു, മാച്ചിങ്, അക്രൂവൽ കൺസെപ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഇപ്രാവശ്യം നമുക്ക് ഈ കോൺസെപ്റ്റ് ഒന്ന് മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഇപ്രാവശ്യം ചോദിച്ച കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, ഇതാണ് നമ്മളോട് ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു കൺവെൻഷൻ. അപ്പോൾ ഇനി നമുക്ക് കൺസർവേറ്റീവ്സ് അല്ല, കൺസിസ്റ്റൻസി എന്താണെന്നുള്ളത്, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 2 മാർക്കിന് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കൺവെൻഷൻ ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ചിലപ്പം കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം ആവാം, അല്ലെങ്കിൽ അത് മെറ്റീരിയാലിറ്റി ആയിരിക്കാം, ഫുൾ ഡിസ്ക്ലോഷർ ആവാം. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം പഠിച്ചു വയ്ക്കുക. ഇതിലാകെ 4 പോയിന്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സെക്ഷൻ ബിയിലും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ 2 മാർക്കിൽ നിന്ന് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇതുവരെ കോൺസെപ്റ്റുകളെല്ലാം ചോദിച്ചതിൻ്റെ എസ്എ വരെ ചോദിച്ചു കഴിഞ്ഞു.
ഇനി അവർ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് കൺവെൻഷൻസിലാണ്. അതുകൊണ്ട് തന്നെ അതിലത്തെ ഒരു പോയിന്റ് ചോദിച്ച സ്ഥിതിക്ക് ഇനി അവിടെയാണ് സാധ്യത കൂടുതൽ. ഡിഫറൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. കൺസെപ്റ്റും കൺവെൻഷൻസും ഇതൊന്നും ഡിഫറൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഇനി ഇതിലത്തെ ഏതെങ്കിലും ഒരു ടേം ചോദിക്കാൻ സാധ്യത ധാരാളമാണ്. സം ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ അക്കൗണ്ടൻസി. എന്താണ് ക്യാപിറ്റൽ, എന്തിനാണ് ലയബിലിറ്റി? ഇതിൽ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. ഈ ഒരു ടേം എന്ന് ഇതിന്റെ ഭാഗമായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, എന്താണ് ക്യാപിറ്റൽ, പർച്ചേസ്, ടേൺ ഓവർ, സ്റ്റോക്ക്, ഇൻവെന്ററി, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡ്രോയിങ്സ്. അപ്പോൾ ഈ ടേമുകളൊന്നും കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ അതിന് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ്, നോൺ ക്യാഷ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അടുത്ത പേജിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിച്ചതാണ്, വാട്ട് ഇസ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഒന്നുകൂടിയിട്ട് അവിടെയൊക്കെ വായിച്ച ഒരാളാണെന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇത് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഡബിൾ എൻട്രി. അതേപോലെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഇനി അതിൻ്റെ അഡ്വാൻറ്റേജും മെറിറ്റൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡബിൾ എൻട്രി എന്താണെന്നുള്ളതും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ആൻ അക്കൗണ്ട്, എന്തിനാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഇതൊന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വാട്ട് ഇസ് നോമിനൽ അക്കൗണ്ട്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് എന്താണെന്ന് വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഏതാണെന്നുള്ള സെക്ഷൻ ബിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിൽ അത് ചോദ്യം വരാം. അതും അല്ലെങ്കിൽ നോമിനൽ അക്കൗണ്ട് ചോദിച്ചത് കൊണ്ട് പ്രാവശ്യം വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് മാറാം. ഇനി ഇതിൽ നെക്സ്റ്റ് നോക്കേണ്ടത് ജേണൽ എൻട്രി ഒന്നും പ്രാവശ്യം 2 മാർക്സിന് ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനെ വരുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഇസ് അക്കൗണ്ടിങ് സൈക്കിൾ, എന്തിനാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ അപ്പോൾ ഈ ഒന്നാമത്തെ ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, കാരണം അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് ജേണൽ, അതേപോലെ തന്നെ വാട്ട് ഇസ് ജേണലൈസിങ്. ഇത്രയും 2 ക്വസ്റ്റ്യൻ വന്നതാണ്. പിന്നെ നമ്മൾ നോക്കണ ഒരു കാര്യമാണ്, ജേണലിൻ്റെ ഒബ്ജക്ട്സ് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ പോയിന്റ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ജേണൽ, ജേണലൈസിങ്, ജേണലിൻ്റെ ഒബ്ജക്ട്സ്, അതേപോലെ തന്നെ ഇനി ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ചിലപ്പോൾ ഇത് വേണമെങ്കിൽ ചോദ്യം വരാം. പോയിന്റ്സ് ടു ബി നോട്ടഡ് വൈൽ പോസ്റ്റിംഗ് ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജേണൽ എൻട്രിയിൽ വരുന്ന സ്റ്റെപ്സ്. ഇനി ജേണലിന് വേറെ ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിനൊക്കെയാണ് ഇനി സാധ്യത കൂടുതലുള്ളത്. എന്താണ് ജേണലൈസ് ചെയ്യുന്ന പ്രോസസ്സ്, അതല്ലെങ്കിൽ ആ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ലെഡ്ജർ. ജേണലൈസിങ് ചോദിച്ചു കഴിഞ്ഞു. ലെഡ്ജർ എന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അതേസമയം ആ ലെഡ്ജറിലേക്ക് എഴുതുന്ന ആ പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പോസ്റ്റിംഗ് ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഇനി എത്രത്തോളം ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ലെഡ്ജർ എന്താണെന്നുള്ളതിന് സാധ്യത കൂടുതലാണ്. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ, വാട്ട് ഇസ് ട്രയൽ ബാലൻസ്. എന്താണ് ട്രയൽ ബാലൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ അതിൻ്റെ മെത്തേഡ്സ്, ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും ഒന്നില്ലെങ്കിൽ തിയറി ആയിട്ടോ അതല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനൊക്കെ ട്രയൽ ബാലൻസ് എന്ന് ഡീറ്റെയിൽസ് തന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്ന് നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതും കൂടിയാണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിൽ വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഈ 3 അക്കൗണ്ട് നിർബന്ധമായിട്ട് പഠിക്കുക. ട്രേഡിംഗ് ചോദിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിച്ചു, ബാലൻസ് ഷീറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇത് 3ഉം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നുള്ളത് പഠിക്കുക.
ട്രേഡിംഗ് അക്കൗണ്ട് ഒബ്ജക്റ്റീവ്സ് പഠിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഐറ്റംസ് ഒക്കെ എന്തായാലും ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ റെഡി ആയിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഫൈനൽ അക്കൗണ്ടിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ട്രയൽ ബാലൻസ് തന്നിട്ട് ഐറ്റംസ് തന്നിട്ട് അതിനോട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറയുക. ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി ഇതിൽ വരുന്ന ഐറ്റംസ് ആണ് ചിലപ്പം വാട്ട് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് ചോദ്യം വരാം. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതെല്ലാം നിങ്ങൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റൊക്കെ എല്ലാവരും പഠിച്ചു വയ്ക്കുക കേട്ടോ. ട്രേഡിംഗ് കാരണം ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ എസ്സേക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ. കഴിഞ്ഞ പ്രാവശ്യം അത് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ അത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വേണമെങ്കിൽ ഇത് മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് പഠിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ പിന്നെ നമ്മളോട് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന് എന്തുകൊണ്ടാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, ബാലൻസ് ഷീറ്റിന് ഈ 2 ഫോർമാറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ആ 2 ഫോർമാറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് ലിക്വിഡിറ്റിയുടെ ബേസിലാണ് ഈ ഫോർമാറ്റ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് കറണ്ട് ലയബിലിറ്റിയും കറണ്ട് അസറ്റും ഒക്കെ കാണിച്ചിട്ട്, രണ്ടാമത്തത് പെർഫോമൻസിന്റെ ബേസിലാണ് ഈ ഒരു ടൈപ്പിലുള്ള ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ 2 ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. ഐറ്റംസ് സെയിം ആണ്, അതിന്റെ ഓർഡർ മാത്രം ഒന്ന് മനസ്സിലാക്കുക. ലിക്വിഡിറ്റിയുടെ ബേസിലാകുമ്പോൾ കറണ്ട് അസറ്റും ലയബിലിറ്റിയാണ് ആദ്യം തുടങ്ങുന്നത്. പിന്നെ പെർഫോമൻസിന്റെ ബേസിലാകുമ്പോൾ അവിടെ നോക്കുന്നത് എന്താണ്, ഫിക്സഡ് അസറ്റുകളും അതുപോലെ ഓപ്പണിംഗ് ക്യാപിറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്. വളരെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്ങനെയാണ് അസറ്റിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്? ഇതിൽ നമുക്ക് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, വാട്ട് ഈസ് വേസ്റ്റിംഗ് അസറ്റ്. ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. വേറെ അസറ്റിന്റെ അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു അസറ്റ് എന്താണെന്ന് 2 മാർക്ക് ചോദിക്കാം. ഇത് 7 പോയിന്റ് ഉള്ള സ്ഥിതിക്ക് എസ്സേ ആയിട്ടോ 5 മാർക്കിനോ ഒക്കെ ചോദ്യം വരാവുന്നൊരു പോർഷനാണ്. അതുകൊണ്ട് നന്നായി തന്നെ പഠിക്കുക ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് എന്താണെന്നുള്ളത്. ലയബിലിറ്റീസും ഇതിലേതെങ്കിലും 2 മാർക്കിനൊക്കെ ചോദ്യം വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലയബിലിറ്റീസ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്തായാലും പഠിക്കുക, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്. ഇവിടെ നിന്നാണ് അഡ്ജസ്റ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാം. കാരണം നമുക്ക് ഇതിന് അക്രൂഡ് ഇൻകം എന്ത് ചെയ്യണം, അതേപോലെ തന്നെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ്, ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അത് 4 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു പോർഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതിലത്തെ ഒരു 10-20ഓളം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതൊന്നും എല്ലാം പഠിക്കണം എന്ന് പറയുന്നില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക, അതിൻ്റെ എൻട്രി ഒക്കെ ജസ്റ്റ് നോക്കുക. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. കാരണം ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ജേണൽ എൻട്രി വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഏത് അക്കൗണ്ടിലേക്കാണ് എന്നൊരു കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ഇവിടെ എന്താ, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇത് വന്നൊരു ചോദ്യമാണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതാ ഫൈനൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യേണ്ട ഐറ്റം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ട്, ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ടോ അല്ലെങ്കിൽ P&L അക്കൗണ്ടോ ആണ് നമ്മൾ കാണിക്കേണ്ടത്. അത് വേജസ് ആണെങ്കിലാണ് നമ്മൾ ശരിക്കും ട്രേഡിങ്ങിൽ കാണിക്കുക. സാലറി ആണെങ്കിൽ എന്ത് കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ഇനി അതിനൊപ്പം തന്നെ ഇത് എവിടെയും കൂടി കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പം ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളാണ്. പിന്നെ വരുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസുകളാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഐറ്റം എന്തായാലും ഷുവറാണ്, അപ്പോൾ അത് പഠിക്കുക. അപ്പോൾ ആ ഒരു എൻട്രി അതിനനുസരിച്ച് തന്നെ എൻട്രിയും പഠിച്ചു വയ്ക്കുക, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഫൈനൽ അക്കൗണ്ടിൽ എന്നുള്ള കാര്യമാണ്. പിന്നെ അക്രൂഡ് ഇൻകം ആണ് നമ്മളോട് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. അക്രൂഡ് ഇൻകം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണം, ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ജേണൽ എൻട്രി എന്താ വരിക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇത്
ഒരു 5 ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുമിച്ചിട്ട് നമ്മളോട് സെക്ഷൻ ബിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു 4-5 ഐറ്റം തന്നിട്ട് നമ്മളോട് എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടിൽ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. കാരണം ഇൻകം അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടേണ്ട ഇൻകമാണ്, പക്ഷെ മുൻകൂട്ടി തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്താൽ അതിൻ്റെ ജേണൽ എൻട്രിയും അതിനെങ്ങനെയാണ് P&L അക്കൗണ്ടിൽ കാണിക്കുന്നുള്ളത് നോക്കുക. 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വാട്ട് ഇസ് ഡിപ്രീസിയേഷൻ? എന്തിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്? ഏതെങ്കിലും ഒരു അസറ്റിനാണല്ലോ തേയ്മാനം സംഭവിക്കുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എറ്റർ ടു ആ പെർട്ടിക്കുലർ അസറ്റ് എന്താണെങ്കിൽ അത്. ഇപ്പോൾ ഫർണിച്ചർ ആണ് അല്ലെങ്കിൽ ഫിക്സ്ചേഴ്സ് ആണ് എന്നുള്ള കാര്യം പറയുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ഇങ്ങനെ എഴുതുക. എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് കാണിക്കേണ്ടത്? P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ അത് ഏത് അസറ്റിനാണോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് അത് കുറച്ചിട്ട് വേണം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഫൈനൽ അക്കൗണ്ടിൽ കാണിക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ട്, അതൊന്നും അത്ര ആക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ അതിലൊക്കെ വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാഡ് ഡെറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ. ഓക്കെ, ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആളുകൾക്ക് കടം കൊടുത്തിട്ട് അവർ തിരിച്ച് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ അത് കിട്ടാക്കടമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അതിനെ തന്നെയാണ് ബാഡ് ഡെറ്റ്. അപ്പോൾ 2 മാർക്സിന് ചോദിക്കാം, അല്ലെങ്കിൽ ജേണൽ എൻട്രികൾ ചോദിക്കാം, അതും അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവാം ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് ബാഡ് ഡെറ്റ് തന്നതെങ്കിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് ഓൾറെഡി അവിടെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബാലൻസിനല്ലേ നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ വർഷത്തെ ആ ട്രീറ്റ്മെൻറ്റ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് മാത്രം അത് കാണിച്ചാൽ മതി, ട്രയൽ ബാലൻസിൽ ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ. ഇനി ബാഡ് ഡെറ്റ് ഔട്ട്സൈഡ് ട്രയൽ ബാലൻസിന്റെ പുറത്താണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പുറത്ത് തന്ന 2 സ്ഥലങ്ങളിൽ കാണിക്കണം. ആദ്യം നമ്മൾ കാണിക്കേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ, അതേപോലെ തന്നെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നമ്മൾ കാണിക്കണം നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ചിട്ട് വേണം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാഡ് ഡെറ്റ് തന്നിരിക്കുന്നത് എവിടെയാണെന്ന് ആദ്യം നോക്കുക. അതായത് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രി വേണ്ട, പകരം എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. ട്രയൽ ബാലൻസിന്റെ പുറത്താണ് ബാഡ് ഡെറ്റ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കുക, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രോബ്ലം തന്നെയാണ്, ടോപ്പിക് തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് പ്രൊവിഷൻ. ഈ ബാഡ് ഡെറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ബാഡ് ഡെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി അത് പ്രൊവിഷൻ, നമ്മളെങ്ങനെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ടെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട റൈറ്റ് ആണ് എന്ത്? ഡൗട്ട്ഫുൾ ഡെറ്റ്സ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി ഈ പ്രൊവിഷനും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് പ്രൊവിഷൻ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ദ പ്രൊവിഷൻ ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ദ പ്രൊവിഷൻ ക്രിയേറ്റഡ് ലാസ്റ്റ് ഇയർ. പ്രത്യേകിച്ച് അത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊവിഷനാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് ടേക്കൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്, ടേക്കൺ അറ്റ് 1 place ഓൺലി. ഒരു ഭാഗത്ത് മാത്രം കാണിച്ചാൽ മതി. അതായത് പ്രൊവിഷൻ നമുക്ക് ട്രയൽ ബാലൻസിലെ ക്രെഡിറ്റിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതെന്ത് മാത്രം ചെയ്താൽ മതി? P&L അക്കൗണ്ട് എഴുതുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഓൾട്ടർനേറ്റീവ്ലി ബാഡ് ഡെറ്റ് ഓഫ് ദ കറണ്ട് ഇയർ ആൻഡ് ദ ന്യൂ പ്രൊവിഷൻ വിൽ ബി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഓപ്പണിംഗ് പ്രൊവിഷൻ. ഇതിൻ്റെ ഒപ്പമാണ് നമ്മൾ പുതിയ വർഷത്തേക്കുള്ള പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇയറിലെ ബാഡ് ഡെറ്റ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് വെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് എക്സിസ്റ്റ്. ഇനി നിലവിൽ ഇപ്പം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ബാഡ് ഡെറ്റ്സ് ആർ നോട്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റഡ് ദേ ആർ ഡെബിറ്റഡ് ടു പ്രൊവിഷൻ അക്കൗണ്ട് പാസിംഗ് ദ ഫോളോയിങ് എൻട്രി. ഇങ്ങനത്തെ എൻട്രി അവിടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തത് പ്രൊവിഷൻ ഗിവൺ ഇൻ ദ അഡ്ജസ്റ്റ്മെന്റ് ആണ് പ്രൊവിഷൻ തന്നെങ്കിൽ
അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടുകളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അത് പുതിയ പ്രൊവിഷനായിരിക്കും അവിടെ കാണിക്കുക. അത് 2 സ്ഥലങ്ങളിൽ കാണിക്കണം. ആദ്യം നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും, രണ്ടാമത് ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ചിട്ടും കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബാഡ് ഡെറ്റ് പഠിക്കുക, പ്രൊവിഷൻ പഠിക്കുക, അതേപോലെ തന്നെ ചിലപ്പോൾ ചെറിയൊരു പ്രോബ്ലം തന്നിട്ട് ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ചെറിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളായിരുന്നു ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ട്, ഫർദർ ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ട്, പ്രൊവിഷൻ തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ഇങ്ങനെ 4 കാര്യങ്ങൾ തന്നിട്ടായിരുന്നു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഇതാണ് ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ഇത് എപ്പോഴും ഗുഡ് ഡെറ്റേഴ്സിൻ്റെ മുകളിലാണ് നമ്മളിത് ചെയ്യുള്ളൂ പ്രൊവിഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഡെറ്റേഴ്സ് എന്ന്, അതേപോലെ ഫർദർ ബാഡ് ഡെറ്റ് ആഡ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ഓൾഡ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം കിട്ടുന്ന ഡെറ്റേഴ്സിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിൻ്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കുക. ഡെറ്റേഴ്സിൻ്റെ പോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ജനറൽ എൻട്രി നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവുക. ക്രെഡിറ്റേഴ്സിൻ്റെ പ്രൊവിഷൻ അക്കൗണ്ട് ഡെറ്റർ ടു P&L അക്കൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ വന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് അലൗ ചെയ്യാണ്. അപ്പോൾ അതൊരു എക്സ്പെൻസ് ആണ് ബിസിനസ്സിൻ്റെ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റലിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഇതാണല്ലോ ചിലവായിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇതിനെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കിയിട്ട് ഡെബിറ്റ് ചെയ്യുകയും ഇതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് ആ ഇയർ കഴിയുന്ന സമയത്ത് P&L അക്കൗണ്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് സൈഡിലാണ് കാണിക്കുക, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, എക്സ്പെൻസ് ആയതുകൊണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലാണ് കാണിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡിലും കൂടി കാണിക്കുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതേപോലെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്തെങ്കിലും പൈസ അവിടുന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കുക. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ അവിടെ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അവിടെ കാണിക്കുക. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കുക, ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റ് എടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഒക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതിൽ ഏതെങ്കിലും ഒരു എൻട്രി നിർബന്ധമായിട്ടും ചോദിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മുടെ കൈവശം ഇരിക്കുന്ന സാധനങ്ങൾ തീപിടുത്തം മൂലം നശിക്കുകയാണെങ്കിൽ, ഇത് എടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയായിരുന്നു. ഇഫ് ദ ഗുഡ്സ് ആർ നോട്ട് ഇൻഷുവേർഡ്, ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഗുഡ്സ് ഇൻഷുർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു കേസിൽ എന്താണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അവിടെ ചോദിക്കുന്നത് എന്താണ്, ലോസ് ഓഫ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ്, എത്ര രൂപയുടെ സാധനങ്ങളാണ് നശിച്ചത്, അതിനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, അതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി. അതിനുശേഷം ആക്ച്വൽ ലോസ് എന്താണോ അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഇതാണ് ഓപ്പണിംഗ് അഡ്ജസ്റ്റിംഗ് എൻട്രി, ഇതാണ് ക്ലോസിംഗ് എൻട്രി. ഇതായിരുന്നു നമുക്ക് ചോദിച്ചത്. ഇനി ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത്, അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് ക്ലെയിം കിട്ടുകയാണ്. അപ്പോൾ ക്ലെയിം അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞിട്ട് കാണിക്കുക. പിന്നെ വന്നൊരു കാര്യമായിരുന്നു ഫൈനൽ അക്കൗണ്ട്സിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഇനി സാലറി ടു ദ പ്രൊപ്രൈറ്റർക്ക് സാലറി കൊടുക്കുകയാണെങ്കിൽ സാലറി ടു ക്യാപിറ്റൽ അക്കൗണ്ടും, ക്ലോസ് ചെയ്യണമെങ്കിൽ എല്ലാം P&L അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഇത് രണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അതായത് മാനേജറുടെ കമ്മീഷൻ. അത് 2 തരത്തിലാണ് കാൽക്കുലേറ്റ്. ഒന്ന് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് മുന്നേ ആണ് ഫിക്സഡ് പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ എന്താണ് വരിക, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരിക, പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ, കമ്മീഷൻ കൊടുക്കുന്നതിന് മുന്നേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും എഴുതുക. അത് ഇൻറ്റു 5% അല്ലെങ്കിൽ 10% പറയുമ്പോൾ 10/100 അങ്ങനെ കൊടുക്കുക. ഇനി ആഫ്റ്റർ ചാർജിങ് ആ കമ്മീഷൻ കണ്ടുപിടിച്ചിട്ട് അതും കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ
അത് ഉൾപ്പെടെ നമുക്ക് ബാലൻസ് എന്താണോ പ്രോഫിറ്റ് വരുന്നത് അത് ഇൻറ്റു 10% ആണെങ്കിൽ 10/110 താഴെ കൊടുക്കുക. 100 പ്ലസ് ആ റേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മാനേജറുടെ കമ്മീഷൻ ഈ 2 തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. നെക്സ്റ്റ്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ വന്നൊരു ഏരിയയാണ്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാൻ ഇവിടെ അധികം ഇല്ല. ഞാനത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 3 മുതൽ 4 ക്വസ്റ്റ്യൻ വരെ വന്നൊരു ടോപ്പിക്കായിരുന്നു പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പ് എന്താണ്, അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ +2 ബേസിലാണ് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പാർട്ട്ണർഷിപ്പ് ഫേംസിൽ. അതായത് ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു കാര്യം ഡിഫറൻസ് എന്ന് പറയും. ഇവിടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും എല്ലാ വർഷവും അവസാനം. കാരണം ഒന്നിലധികം ആളുകൾ ചേർന്നിട്ട് നടത്തുമ്പം അവർക്ക് ആ പ്രോഫിറ്റിനെ വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അത് കൂടാതെ എന്തും കൂടി നമുക്ക് ആവശ്യമുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ആവശ്യം വരും. ഏതൊക്കെ കേസിലാണ്? ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് സാലറി എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ അക്കൗണ്ട്സ് പാർട്ട്ണർഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിംഗ്. ആ 4 കാര്യങ്ങളാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. സം ഫേംസ് ഡു നോട്ട് പ്രിപ്പയർ P&L അപ്രോപ്രിയേഷൻ. ചില ഫേമുകൾ ഇത് ചെയ്യാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. എന്നിട്ട് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക്. അവിടെ ആയിരിക്കും നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സിൻ്റെ സാലറി, കമ്മീഷൻ എല്ലാം നമ്മൾ P&L അപ്രോപ്രിയേഷൻ എൻട്രി ചെയ്യുന്നു. ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് ചാർജ് ചെയ്യേണ്ടതും കൊടുക്കേണ്ടതും വാങ്ങേണ്ടതും എല്ലാം കഴിഞ്ഞ് ബാലൻസ് വരുന്ന പ്രോഫിറ്റിനെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫൈനൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചെയ്യും. അതന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ സിസ്റ്റത്തിൽ അത് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്യാപിറ്റലിനെല്ലാം ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. കറണ്ട് അക്കൗണ്ട് ആണെന്ന് അങ്ങനെ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? വൈസ് വേഴ്സ ഇവിടെ നമ്മൾ കാണിക്കും. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റിൽ ഇത് കാണിക്കാം. അപ്പോൾ ഇവിടുന്ന് ഇത്രയും നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു BBAയുടെ സിലബസിൽ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ +2ൻ്റെ കൊമേഴ്സിൻ്റെ ടെക്സ്റ്റിൽ പാർട്ട്ണർഷിപ്പ് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലിമിറ്റേഷൻസ് ഇതുവരെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ടൈമിലേക്ക് നല്ലൊരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ട്, അപ്പോൾ അതിന് കുറേ പോരായ്മകളും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോരായ്മ എന്തായാലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ എക്സാമിന് അതിൻ്റെ ബേസിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഒരു ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് ഓരോ എൻട്രി വരുമ്പോൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് പോയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത വീഡിയോസ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളതും കിട്ടും. ഒപ്പം തന്നെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ മാത്രമായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, അത് നിർബന്ധമായിട്ടും എല്ലാവരും വാച്ച് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അതിൽ കൃത്യമായിട്ടൊരു ഫൈനൽ അക്കൗണ്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതും എങ്ങനെ എവിടെയൊക്കെ എടുക്കണം അഡ്ജസ്റ്റ്മെൻറ്റുകളെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് കൂടി ഒന്ന് കാണുക. ജസ്റ്റ് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ചാനലിൽ പോയി പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കാണും. അപ്പോൾ അതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അതിൽ തന്നെ ഫൈനൽ അക്കൗണ്ട് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് കുറേ
വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് മാത്രം ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാനുള്ള ആക്സസ് ഒരുക്കിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിന് ഫസ്റ്റും സെക്കൻഡ് ചാപ്റ്റർ ഇത് രണ്ടും കൂടിയതിനാണ് നമ്മൾ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ കുറച്ച് മാറ്റങ്ങളും അവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഈ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് 2 ചാപ്റ്റർ അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്ന ഒന്ന് ജേണൽ എൻട്രി ചോദിക്കാം, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചോദിക്കാം, പിന്നെ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചോദിക്കാം. അതിൻ്റെ തന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ ഫൈനൽ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കൺസെപ്റ്റ് കൺവെൻഷൻസ് ചില ടേമുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഇപ്പോൾ ട്രേഡിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ ഓരോ ദിവസവും പോസ്റ്റ് ചെയ്തിട്ടുള്ള 4 ക്വസ്റ്റ്യൻ പേപ്പറും കംപ്ലീറ്റ് ആയിട്ട് നോക്കിയ ഒരാൾക്ക് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ എത്ര വട്ടമാണ് അവിടെ ഈ പോയിന്റുകളെ കുറിച്ച് സംസാരിച്ചത് എന്നുള്ളത് ആ വീഡിയോ കേട്ട ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏത് വീഡിയോ ആണ് നിങ്ങളുടെ അടുത്ത് ആദ്യം എത്തുന്ന അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്ന ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോഴും പലർക്കും ഡൗട്ടാണ്, ചിലത് ഇനി ചെയ്ത് കാണിക്കുമോ, പ്രോബ്ലംസ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഇനി നമുക്ക് അതിനുള്ള സമയങ്ങളില്ല. പകരം നിങ്ങൾക്ക് എളുപ്പത്തിനാണ് ആ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഏതാണ് ഹെഡിങ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഫൈനൽ അക്കൗണ്ട് മാത്രം മനസ്സിലാക്കണം എന്നുള്ള ആളുകൾക്ക് അങ്ങനെ തന്നെ ഒരു 5-6 വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും പോയിട്ട് കാണാൻ മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമുക്കുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റെസ്പോൺസ് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതുകൂടി മാക്സിമം നാളെ തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുന്നു വായിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കൊന്ന് കിട്ടുക, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ പാറ്റേൺ ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് ഹെൽപ്പ് ആവുന്ന രീതിയിൽ ചെയ്തു തരാം. അതിൻ്റെ താഴെ ആരും കമൻറ്റ് ചെയ്യണ്ട ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ അല്ലെങ്കിൽ എന്താണെന്ന്. കാരണം ഞാൻ എടുക്കുന്നൊരു വിഷയമല്ല. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടട്ടെ, അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കി എക്സാം കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്യാം.